നമസ്കാരം. ശക്തമായ കാറ്റും മഴയും മരം കടപുഴകി കാറിന് മുകളിലേക്ക് വീണ് ഒരാൾ മരിച്ചു. ജില്ലയിലെ വിവിധയിടങ്ങളിൽ വൻമരങ്ങൾ കടപുഴകിയും മരച്ചില്ലകൾ ഒടിഞ്ഞും നാശം വിതച്ചു. നേരിമംഗലം വില്ലേജിൽ വില്ലാഞ്ചിറ ഭാഗത്ത് മരം കടപുഴകി വീണ് കാറിൽ സഞ്ചരിച്ച രാജകുമാരി സ്വദേശി മരിച്ചു. ഒപ്പം സഞ്ചരിച്ച ഗർഭിണിയടക്കമുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റി. മരം മുറിച്ചു മാറ്റി കാർ വെട്ടിപ്പൊളിച്ചാണ് മരിച്ചയാളെ പുറത്തെടുത്തത്. തൊട്ടടുത്ത KSRTC ബസ്സിലേക്ക് മുകളിലേക്കും അതേ മരം വീണെങ്കിലും നിസ്സാര പരിക്കുകളോടെ യാത്രക്കാർ രക്ഷപ്പെട്ടു. ഉടൻ പോലീസ്, ഫയർ, നാട്ടുകാർ തുടങ്ങിയവർ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇരമല്ലൂർ വില്ലേജിലെ ചെറുവട്ടൂരും കുന്നത്തുനാട് താലൂക്കിലെ രായമംഗലത്തും MC റോഡിലും പുക്കാട്ടുപടി, ആശാൻപടി, തെറ്റമോളം ഭാഗത്തും മരങ്ങൾ കടപുഴകി വീണ് വൻ നാശങ്ങൾ വിതച്ചു. ചെങ്ങനാട്ട് വീട്ടിൽ രാജീവിൻ്റെ വീടിന് മുകളിലേക്ക് മരം മറിഞ്ഞ് വീട് ഭാഗികമായി തകർന്നു. അവിടെ ഉണ്ടായിരുന്ന ഇരുചക്ര വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. അതേസമയം ജില്ലയിൽ ഇനിയും ശക്തമായ കാറ്റും മഴയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഒപ്പം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. കാറ്റിന്റെ വേഗത 65 കിലോമീറ്റർ ആകാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടുന്നതിന് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ജില്ലയിലെത്തിയിട്ടുണ്ട്. കമാൻഡർ ഉൾപ്പെടെ 32 പേരാണ് ക്യാമ്പിലുള്ളത്. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.